وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമായി പരിശുദ്ധ ഖുർആനിൻ്റെയും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം ആദർശ പ്രതിബദ്ധതയുള്ള കറകളഞ്ഞ സത്യവിശ്വാസത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വളരെ വർദ്ധിച്ച തോതിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാസർകോട്ടെ ജിന്നുമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഇന്നലെ കോതമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് 6 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെടുകയുണ്ടായി. എന്തിൻ്റെ പേരിലാണ് അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്? കൂടോത്രത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പേരിലാണ് ആ കൊല നടന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എത്രയോ ആളുകൾ കൂടോത്രത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പേരിൽ കൊല ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ പിശാച് ബാധയേറ്റുകൊണ്ട് അങ്ങനെ പറഞ്ഞ് വരുത്തി തീർത്ത് സഹോദരിമാരെ ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കൾ എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുടെയും വക്താക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പിശാച് എന്ന് പറയുന്നത് ആരാണ്? പിശാച് പരിശുദ്ധ ഖുർആനിൻ്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൽ കാണാം. കാനമിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ആളാണ് പിശാച് എന്നാ പറയുന്നത്. ജിന്നെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ ജിന്ന് എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അവർ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി മാത്രമാകുന്നു അവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ദാരിയാത്തിൻ്റെ അവസാന ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യരിൽ നമുക്കറിയാം സത്യവിശ്വാസികളുണ്ട്, സത്യനിഷേധികളുണ്ട്. അതുപോലെ ജിന്നുകൾക്കകത്ത് സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ ജിന്നുകളുണ്ട്, കാഫിറുകളായ ജിന്നുകളുമുണ്ട്. കാഫിറുകളായ ജിന്നുകളെ സംബന്ധിച്ചാണ് പിശാചുക്കൾ, ഷൈത്വാൻ എന്ന് പറയുന്നത്. ഈ ഷൈത്താനിന് എന്താണ് കഴിയുക? സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ ആദ്യ പിതാവായിട്ടുള്ള, അതുപോലെ ആദ്യ മാതാവായിട്ടുള്ള ആദം ഹവ്വ, അവരെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രങ്ങൾ, കഥകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വ ഉമ്മ, അവരൊക്കെ സ്വർഗത്തിലായിരുന്നുവല്ലോ. പിശാച് അവരോട് വിലക്കപ്പെട്ട ആ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കാനായിട്ട് പ്രേരണ നടത്തി. അവരത് ഭക്ഷിച്ചു. അപ്പോൾ പിശാച് എന്താണ് ചെയ്തത്? അവരുടെ ശരീരത്തിൽ കയറുകയാണോ? ആദം നബിയുടെ ആ ശരീരത്തിൽ കയറിയിട്ടാണോ? അല്ലെങ്കിൽ ഹവ്വാ ഉമ്മയുടെ ശരീരത്തിൽ കയറിയിട്ടാണോ പിശാച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? ഒരിക്കലുമല്ല. പിശാചിന് എന്താണ് കഴിയുക? 2-3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒന്ന്, വസ്വാസ് എന്നാണ്. 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെ 120-ാമത്തെ വചനത്തിൽ കാണാം. ഫവസ്വസ ഇലൈഹി ശൈത്വാൻ,
പിശാച്ച് ആദം അലൈഹിസ്സലാമയിലേക്ക് ദുർബോധനം നടത്തി. വസ്വസ എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തി എന്നാണ്. അതായത് ചീത്ത കാര്യങ്ങൾക്ക് പ്രേരണ നൽകി, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾക്ക് പ്രചോദനം നൽകി എന്നാണ് അതുകൊണ്ട് വസ്വാസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫവസ്വസ ഇലൈഹി ശൈത്വാൻ, പിശാച്ച് ആദം അലൈഹിസ്സലാമക്ക് വസ്വാസ് നടത്തി. ഖാല യാ ആദമു, പിശാച്ച് പറഞ്ഞു, ആദമേ, ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽക്കിൻ ലാ യബ്ലാ, ആദമേ, നിനക്ക് ഒരു വൃക്ഷത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ആ വൃക്ഷമെന്ന് പറയുന്നത് ഷജറത്തിൽ ഖുൽദ്, നിത്യവാസം നൽകും, ആ സ്വർഗത്തിലെ നിത്യവാസം നൽകും. വമുൽക്കിൻ, അതുപോലെ അധികാരവും ആധിപത്യവും നൽകും. എങ്ങനെ? ലാ യബ്ലാ, നശിച്ചു പോകാത്തതായ അങ്ങനെയുള്ള അധികാരവും നൽകുന്ന ഒരു വൃക്ഷം, അതിനെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ദുർബോധനം നടത്തി ആദം അലൈഹിസ്സലാമയോട് പിശാച്ച്. അതല്ലാതെ ശരീരത്തിൽ കയറിയതല്ല, ആദം നബിയുടെയോ ഹവ്വാ ഉമ്മയുടെയോ ശരീരത്തിൽ കയറിയതല്ല സഹോദരങ്ങളെ. ഇപ്പം നമ്മൾ സുബഹിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു, പലപ്പോഴും പോകാൻ ആളുകൾക്ക് മടി. അപ്പോൾ പിശാച്ച് ശരീരത്തിൽ കയറിയിട്ടാണോ അവിടെ ആ പുതപ്പിൽ അല്ലെങ്കിൽ ബെഡിൽ അങ്ങനെ പിടിച്ചു കിടത്തുന്നത്? ഒരിക്കലും ശരീരത്തിൽ കയറിക്കൊണ്ടല്ല, മറിച്ച് പിശാച്ച് നമ്മുടെ മനസ്സിൽ ദുർമന്ത്രണം, ദുർബോധനം നടത്തുകയാണ് എന്ന് മനസ്സിലാക്കുക. എത്രയോ ആളുകൾ സമ്പത്തുണ്ട്, കോടീശ്വരന്മാരെന്ന് വിളിക്കപ്പെടും, പക്ഷേ ഇതുവരെ ആരോഗ്യമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് നിർവഹിച്ചിട്ടില്ല. എന്താണ് കാരണം? ഹജ്ജ് ചെയ്യണമെങ്കിൽ സമ്പത്ത് ചെലവഴിക്കണം, അപ്പോൾ ആ സമ്പത്ത് നഷ്ടമാകും എന്നുള്ള ആ ഒരു ചിന്ത ആരാണ് നൽകുന്നത്? ആ ഒരു ദുർബോധനം ആരാണ് നൽകുന്നത്? പിശാച്ചാണ് നൽകുന്നത്. പിശാച്ച് ശരീരത്തിൽ കയറുകയല്ല. അപ്പോൾ വസ്വാസ് എന്നുള്ള പ്രയോഗിച്ചിട്ടുള്ള ഒരു വചനമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, പിശാച്ചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ആ സന്ദർഭത്തിൽ പിശാച്ച് പറയുന്നുണ്ടല്ലോ, എനിക്ക് അന്ത്യനാൾ വരെ ആയുസ് തരണം. ഖാല അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, പുനരുദ്ധാന നാൾ വരെ എനിക്ക് ആയുസ് തരണം. ഖാല ഇന്നക മിനൽ മുൻദരീൻ, അള്ളാഹു പറഞ്ഞു, അതെ, നിനക്ക് അതുവരെ ആയുസ്സുണ്ട് എന്ന് പറയാം. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം, പിശാച്ച് പറയാണ്, നേരായ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കും. എന്നിട്ട് സുമ്മ ലആതിയന്നഹും, പിന്നീട് ഞാൻ മനുഷ്യരുടെ അടുക്കൽ ചെല്ലും. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ, വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ വലത്തും ഇടത്തുമൊക്കെ ആയിട്ട്, അതായത് ഏതൊക്കെ വഴികളുണ്ടോ ആ രൂപത്തിൽ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ഒക്കെ ആയിട്ട് പിശാച്ച് മനുഷ്യരെ വഴിതെറ്റിക്കാനായിട്ട് ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൻആമിൻ്റെ അഅറാഫിൻ്റെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹിജ്ർ അതിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് വസ്വാസി എന്നല്ല, അവിടെ അലങ്കൃതമാക്കുമെന്നാണ്. തിന്മയെ നന്മയായിട്ട് മോടിയോടുകൂടെ, അലങ്കാരത്തോടുകൂടെ, ഡെക്കറേഷനോടുകൂടെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതെന്താ? ഖാല റബ്ബി ബിമാ അഗ്വൈതനി, പിശാച്ച് പറയാൻ, റബ്ബേ, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് ഞാൻ അലങ്കൃതമാക്കി കൊടുക്കും. വല ഉഗവിയന്നഹും അജ്മഈൻ, മുഴുവൻ മനുഷ്യരെയും ഞാൻ വഴിപിഴപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായിട്ടുള്ള നല്ല നല്ല സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒഴികെ. പിശാച്ചിൻ്റെ ആ വചനം, ആ സംസാരം ഖുർആൻ എടുത്തു പറയുകയാണ്. സൂറത്ത് ഹിജ്റിലെ 39-40 വചനങ്ങളിലാണ്. അപ്പോൾ വസ്വാസ് എന്ന് പറയുകയുണ്ടായി. നമ്മൾ സാധാരണ വിശുദ്ധ ഖുർആന്റെ അവസാനത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? അവിടെ പറയുന്നത് അല്ലദീ യുവസ്വിസു, പിശാചാര
ദുർമന്ത്രണം നടത്തുന്നവനാണ്, ദുർബോധനം നടത്തുന്നവനാണ്. എവിടെ? ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ. ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിലല്ലേ, അപ്പോൾ ഹൃദയത്തിൽ കയറി കിട്ടായിരിക്കും പിശാച്ച് ഇങ്ങനെ ദുർബോധനം നടത്തുന്നത്. അല്ലാന്ന് എങ്ങനെ മനസ്സിലാവുക? ശേഷമുള്ള ആയത്ത് വായിച്ചാൽ മതി. എന്താ ശേഷമുള്ള ആയത്ത്? മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ ദുർബോധനം നടത്തുന്നു എന്ന. അപ്പോൾ ഒരേ ആയത്തിൽ ഒരേ ഭാഷാ പ്രയോഗം കൊണ്ട് മനുഷ്യരെയും ജിന്നുകളെയും പ്രയോഗിച്ചിരിക്കുക. അപ്പോൾ മനുഷ്യരിൽപ്പെട്ട പിശാച്ച് എങ്ങനെയാണ് ശരീരത്തിൽ കയറുക? അതൊരിക്കലും സാധ്യമല്ലല്ലോ. അപ്പോൾ ജിന്നും മനുഷ്യ ശരീരത്തിൽ കയറുകയില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു തെളിവ് തന്നെയാണത്. അതോടൊപ്പം തന്നെ ഖുർആൻ പിശാച്ചിൻ്റെ പ്രവർത്തനമായിട്ട് പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ. വസ്വാസ് എന്ന് പ്രയോഗിച്ചു, സയ്യന അലങ്കൃതമാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു പ്രയോഗമാണ് നസ്ഖ്. നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്പ്രേരണ. അതെവിടെയാ? വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്വൻ, നിനക്ക് പിശാചിൻ്റെ ഒരു ദുർബോധനം, ഒരു ദുഷ്പ്രേരണ, ഒരു കുഴപ്പം ഇളക്കിവിടുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്തഇദ് ബില്ലാഹ്, നീ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ ശരണം തേടണം. ഇന്നഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പം നസ്അ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദുഷ്പ്രേരണ. ഇനി വിശുദ്ധ ഖുർആൻ മറ്റൊരു ഈ നസ്അ് എന്നുള്ളത് ഖുർആനിൽ പിശാച്ചിൻ്റെ ഒരു കാര്യമായിട്ട് പല സ്ഥലത്തും പറയുന്നുണ്ട്. ഇപ്പോൾ സൂറ യൂസുഫിലെ യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നം ഉണ്ടല്ലോ. എന്തായിരുന്നു സ്വപ്നം? ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ ലി എന്ന് പറഞ്ഞിട്ട് സാജിദീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് 11 നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും ഒക്കെ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവസാനം നമുക്കറിയാം അദ്ദേഹം ഈജിപ്തിലെ ധനകാര്യമന്ത്രിയാണ്. ആ ഘട്ടത്തിലാണ് ബിനിയാമീനെയൊക്കെ പിടിക്കുന്നു. പിന്നെ അവസാനം ആ സഹോദരങ്ങളും മാതാവും പിതാവും ഒക്കെ യൂസുഫ് അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നിട്ട് ആ സാഷ്ടാംഗം സുജൂദ് നിർവഹിക്കുക. സുജൂദ് എന്ന് പറയുമ്പോൾ നമ്മൾ നമസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദല്ല, ഒരു അഭിവാദ്യത്തിൻ്റെ ഒരു സല്യൂട്ട് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു സാഷ്ടാംഗമാണ്. ആ അവസരത്തിൽ മഹാനായിട്ടുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, വിശുദ്ധ ഖുർആനിൻ്റെ 12-ാം അധ്യായം സൂറ യൂസുഫിൻ്റെ 100-ാമത്തെ വചനം, വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്നി വജാഅ ബികും മിനൽ ബദ്വി മിൻ ബഅദി അൻ നസഅ അശ്ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി, എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ പിശാച് ദുഷ്പ്രേരണ നടത്തിയതിനു ശേഷം എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഈ യൂസുഫ് എന്ന് പറയുന്ന കുട്ടിയോടുള്ള അസൂയയും അതുപോലെ പകയും അങ്ങനെയുള്ള പിശാചിൻ്റെ ദുർബോധനങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ആ കുട്ടിയെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞല്ലോ, എന്നിട്ട് കുറേ കളവുകൾ പറഞ്ഞല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പം നസ്അ എന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ദുഷ്പ്രേരണ നസ്ഉൻ. മറ്റൊന്ന് ഹമസാത്ത് എന്നാണ്. അപ്പോൾ ഈ വസ്വാസ്, നസ്അ്, അതുപോലെ തന്നെ ഹമസാത്ത് എന്നൊക്കെ പറഞ്ഞാൽ സമാനാർത്ഥങ്ങളുള്ള പിന്നെ പര്യായപദങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന വചനങ്ങളാണ്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ്റെ 97-ാമത്തെ വചനം. വഖുൽ, നീ പറയുക. എന്താ പറയേണ്ടത്? അഊദു ബിക, എൻ്റെ റബ്ബേ ഞാൻ നിന്നോടിതാ രക്ഷ തേടുന്നു. മിൻ ഹമസാത്തി ഷയാത്തീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും പിശാച് മനുഷ്യ ശരീരത്തിൽ കയറുമെന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല പ്രിയമുള്ളവരെ. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ചില ആളുകൾ എന്താ പറയുന്നത് നിങ്ങൾ? പിശാച് മനുഷ്യ ശരീരത്തിൽ കയറും. നമ്മളത് സവിസ്തരം പിന്നെ കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ. പിശാച് ശരീരത്തിൽ കയറും എന്ന് മാത്രമല്ല, രോഗമുണ്ടാക്കും, മനുഷ്യന് മറിച്ചിടും. അങ്ങനെ ശരീരത്തിൽ ഈ പിശാച് കയറിയാൽ, ജിന്ന് കയറിയാൽ ആ ജിന്നിനെ അടിച്ചിറക്കണം. അതിന് പ്രത്യേകം പരിശീലനം നൽകപ്പെട്ട
ഉസ്താദുമാരടക്കമുള്ള ആളുകളുണ്ട്, അതിനുള്ള ക്ലിനിക്ക് തന്നെ സ്ഥാപിക്കണം, അവിടെ ഖുർആൻ തെറാപ്പി നടത്തണം എന്നൊക്കെയുള്ള ഒരുപാട് വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, എന്താണ് ഇവരും ചില തെളിവുകൾ പറയുന്നുണ്ട്, ഇത്തരം ആളുകൾ ചില തെളിവുകൾ പറയുന്നുണ്ട്. ആ തെളിവുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ ഒരു തെളിവെന്ന് പറയുന്നത് എന്താ? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 275-ാമത്തെ ആയത്ത്. ആ ആയത്ത് എന്തിനെ സംബന്ധിച്ച, അതിലെ വിഷയം എന്താ അറിയുങ്ങൾ? പലിശ ഭക്ഷിക്കുന്നവനെ സംബന്ധിച്ചാണ്. ഇമാം റാസി ആ ആയത്ത് കൊടുത്തിട്ട് പറയാൻ, അൽ ഔവൽ, ഈ ആയത്തിൽ ഒന്നാമത്തെ കാര്യം, അന്ന ആകില റിബാ, പലിശ ഉപയോഗിക്കുന്നവൻ, യുബഅസു യൗമൽ ഖിയാമത്തി മജ്നൂനൻ, അവൻ ഖിയാമത്ത് നാളിൽ ഭ്രാന്തനായിക്കൊണ്ടായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഹദീസിലും കാണാം, പലിശക്ക് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ട് വലിയ കൊടവയറുമായിട്ടായിരിക്കും പരലോകത്ത് വരിക എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ആയത്ത് നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് എന്തുകൊണ്ടാണ് ഇവര് പിശാച് മനുഷ്യ ശരീരത്തിൽ കയറും എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നത്? ആ ആയത്തിൻ്റെ ആദ്യ ഭാഗം നോക്കൂ, അല്ലദീന യഅ്കുലൂന റിബാ, പലിശ ഭക്ഷിക്കുന്നവർ. റിബ എന്ന് പറയുന്ന അർത്ഥം പലിശ. അല്ലദീന യഅ്കുലൂന റിബാ, പലിശ ഭക്ഷിക്കുന്നവർ, ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല, ഇല്ലാ കമാ യഖൂമു, ഒരാൾ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ, അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാച് ബാധയേറ്റ് മറിഞ്ഞു വീഴുന്നവനെ പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല. ഈ ആയത്ത് ഓതിയിട്ടാണ് ആ പിശാച് ബാധയുണ്ട്, പിശാച് ബാധിക്കും എന്ന് ആളുകൾ പറയുന്നത്. സഹോദരങ്ങളെ, അപ്പോൾ ഒരു വാക്ക് കാണുമ്പോഴേക്ക് നമ്മൾ എടുത്ത് ചാടാൻ പാടില്ല, ചിന്തിക്കണം എന്താണ് ആ ആയത്തിൻ്റെ മർമ്മം. ആ ആയത്തിൽ എന്താ വിഷയം? പലിശ ഭക്ഷിക്കുന്നവർക്ക് പരലോകത്ത് വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷയും അപമാനവും നിന്ദ്യതയും അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, ഈ പിശാച് ബാധ എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചറിയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ചീത്ത കാര്യങ്ങളൊക്കെ പിശാച് സ്പർശിച്ചു, പിശാച് ബാധിച്ചു എന്നുള്ള രൂപത്തിൽ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അറബി സാഹിത്യങ്ങളിലും ഒക്കെ പറയാറുണ്ട്. ഇപ്പോൾ പ്രഭാതത്തിൽ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മൂക്കിൽ പിശാച് താമസിച്ചു എന്നുള്ളൊരു പ്രയോഗം കാണാം. അതിൻ്റെ അർത്ഥം എന്താ? പിശാച് ഈ മൂക്കിൻ്റെ ദ്വാരത്തിൽ വന്ന് പായും തലയിണയൊക്കെ കെട്ട് കിടന്നു എന്നാണോ? അല്ല, മൂക്കിലുള്ള അവശിഷ്ടങ്ങൾ, ആ ഒരു ചീത്ത കാര്യം, അതിനെ സംബന്ധിച്ചാണ് പിശാച് എന്ന് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അറബികൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കണം, അറബികൾക്കിടയിൽ ഭ്രാന്ത് ബാധിച്ച ഒരാളെ സംബന്ധിച്ച്, ഭ്രാന്ത് ബാധിച്ച നമുക്കറിയാം, ആ ആളെന്ത് ചെയ്യും? അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, ചിലപ്പോൾ വീഴും, ചിലപ്പോൾ മറിയും. ഇങ്ങനെയൊക്കെയാണ് ഭ്രാന്ത് ബാധിച്ച ആൾ. അങ്ങനെ ഭ്രാന്ത് ബാധിച്ച ആൾക്ക് പിശാച് ബാധിച്ചവൻ എന്ന് അറബികൾ പറയുമായിരുന്നു. തഫ്സീറിൽ പറയാൻ, വതുസമ്മ ഇസ്വാബതു ശൈത്വാനി, പിശാച് ബാധ എന്ന് പറയുന്നത് എന്തിനാ? ബിൽ ജുനൂൻ, ജുനൂന് ഭ്രാന്ത് ഉണ്ടായവനെ സംബന്ധിച്ചാണ് അങ്ങനെ പറയുക എന്നാണ്. നിങ്ങൾ കേട്ടില്ലേ, മുസ്തഷ്ഫൽ ജുനൂൻ എന്ന് പറയുന്ന അർത്ഥം ഭ്രാന്താശുപത്രി. അപ്പോൾ ജുനൂൻ എന്ന്, മജ്നൂൻ എന്ന് പറയുന്ന അർത്ഥം ഭ്രാന്തൻ. അപ്പോൾ ഭ്രാന്ത് ബാധിച്ച ആൾക്ക് പിശാച് ബാധയേറ്റു എന്ന് അറബികൾ ഒരു ശൈലിയായിട്ട് പറയുന്ന കാര്യമാണ്. അത് കേൾക്കുമ്പോഴേക്ക് ആളുകൾ അക്ഷരാർത്ഥത്തിൽ പിശാച് ശരീരത്തിൽ കയറും എന്നിവർ വ്യാഖ്യാനിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ എന്ന് പറയുന്ന ഈ ഖുർആൻ്റെ പരിഭാഷയുണ്ടല്ലോ, ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന 2 പണ്ഡിതന്മാർ, ഒന്ന് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി, മറ്റൊന്ന് പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനി, അവരെഴുതുകയും മഹാനായ KP മുഹമ്മദ് മൗലവി, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹം പരിശോധന നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള പരിഭാഷയാണിത്.
ഈ പരിഭാഷയിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയുടെ 275-ാമത്തെ ആയത്ത് നമ്മൾ ഓതിയല്ലോ. ആ ആയത്തിനെ സംബന്ധിച്ച് ഇതിൽ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. എന്താണ് അഥവാ ആയത്ത് എന്താ? അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമു, ഈ പലിശ തിന്നുന്നവർ, ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല, ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, അതായത് പിശാച് ബാധയേറ്റവൻ മറിഞ്ഞു വീഴുന്നവനെ പോലെയല്ലാതെ എന്ന് പറഞ്ഞ ആ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ഈ പരിഭാഷയിൽ പറയുന്നത് എന്താ അറിയുക? 275-ാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനം പേജ് നമ്പർ 86 പറയാണ്. കേട്ടോളൂ. ദുരമൂത്ത പണക്കൊതിയന്മാർ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ പല കുണ്ടിലും കുഴിയിലും ചെന്ന് ചാടുന്നു. അതാവാം ഒരുപക്ഷെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കണ്ടോ നിങ്ങൾ? അതല്ലാതെ പിശാച് മനുഷ്യ ശരീരത്തിൽ കയറില്ല. ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഇനി പിശാച് മനുഷ്യ ശരീരത്തിൽ കയറുകയില്ല എന്നുള്ളതിന് വളരെ വ്യക്തമായി കൊണ്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. അതെന്താ? പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം, ആ ഇബ്രാഹിമിൻ്റെ 22-ാമത്തെ ആയത്ത് എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ സഹോദരിമാരുൾപ്പെടെ മനസ്സിലാക്കണം. കാരണം ഇത് വലിയൊരു വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലായിരുന്നു ഇത്തരം ജിന്നുബാധയും പിശാചുബാധയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നത്. അതുപോലെ യാഥാസ്ഥിക വിഭാഗത്തിനിടയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സലഫി എന്ന പേരിലറിയപ്പെടുന്ന, മുജാഹിദുകൾ എന്ന പേരിലറിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലേബൽ വെച്ചുകൊണ്ട്, അങ്ങനെയുള്ള ബാനർ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പലരും ഇന്ന് എന്ത് ചെയ്യുന്നു? അവര് ഈ പിശാചൊക്കെ ബാധിക്കും, അങ്ങനെ രോഗം ഉണ്ടാകും, അത് അടിച്ചിറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുദ്ധരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കണം, പിശാചിന് അതിന് കഴിവില്ല. എവിടെയാണ് അത് പറഞ്ഞിട്ടുള്ളത്? 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം അതിൻ്റെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്. എന്താ പറയുന്നത്? ആരാത് പറയുന്നത്? നിങ്ങൾ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്. പിശാചിൻ്റെ ഒരു വാദഗതിയായിട്ട് പറയാണ്. പിശാച് നാളെ പരലോകത്ത് സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലുമായ ശേഷം നരകക്കാരോട് പറയുകയാണ്. എന്താ പറയുന്നത്? വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല, ഒരധികാരവും നിങ്ങളുടെ മേൽ എനിക്കുണ്ടായിരുന്നില്ല. ആയത്ത് നമ്പർ നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. 14-ാം അധ്യായം 22-ാം സൂക്തം. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒന്നല്ലാതെ. അതെന്താ? അൻ ദഅഉതുകും, നിങ്ങളെ ക്ഷണിക്കുകയല്ലാതെ. പിശാചിന് എന്തേ കഴിയുള്ളൂ? നിങ്ങളെ അധർമ്മത്തിലേക്ക്, അനാചാരത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക്, ഷിർക്കിലേക്ക്, കുഫറിലേക്ക് ഒക്കെ ക്ഷണിക്കുവാനാണ് പിശാചിന് കഴിയുള്ളൂ. അതല്ലാതെ പിശാചിന് ശരീരത്തിൽ കയറാൻ കഴിയില്ല. അപ്പോൾ ആയത്ത് വളരെ കൃത്യമായി മനസ്സിലായല്ലോ. ആ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹിജറ 606 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വഹാദ, ഞാനിപ്പോൾ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ആ ആയത്തിനെ കുറിച്ച് പറയുന്നു. വഹാദ സ്വരീഹുൻ, ഇത് വ്യക്തമായിട്ടുള്ള ഒരു രേഖയാണ്. ഫീ അന്നഹു, നിശ്ചയം ഒരു കാര്യത്തിൽ, ലൈസ ലിശ്ശൈത്വാനി ഖുദ്റത്തുൻ, പിശാചിന് ഖുദ്റത്തില്ല, കഴിവില്ല. എന്തിന്? അലസ്സുർഇ, മനുഷ്യനെ മറിച്ചിടാൻ അതിന് കഴിവില്ല. വൽ ഖത്ലി, മനുഷ്യനെ വധിക്കുവാൻ. വൽ ഈദാഇ, മനുഷ്യനെ ഉപദ്രവിക്കുവാൻ. അപ്പോൾ പിശാചിന് മനുഷ്യനെ കൊല്ലാനോ അവനെ ഉപദ്രവിക്കുവാനോ അവനെ മറിച്ചിടുവാനോ കഴിവില്ല, കുതിരത്തില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള രേഖയാണ് ഈ ആയത്ത് എന്ന് മഹാനായ ഇമാം റാസി തങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ മഫാത്തിഹുൽ ഗൈബിൽ രേഖപ്പെടുത്തുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പിശാച് മറിച്ചിടും, പിശാച് അംഗഭംഗം വരുത്തും
എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഒരു പെൺകുട്ടിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആവർത്തന വിരസത ഭയന്നുകൊണ്ട് എങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. അതായത് ഈ ജിന്നിൽപ്പെട്ട ചില ആളുകൾ, കാമുകന്മാർ, ചില പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ട അവരോട് പ്രണയം സ്ഥാപിക്കുമെന്നാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ മനുഷ്യരിൽപ്പെട്ട ആരെങ്കിലും കല്യാണം അന്വേഷിച്ച് വന്നാൽ ആ മനുഷ്യൻ ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തതുപോലെ ഈ മനുഷ്യനെ തോന്നുന്ന, അങ്ങനെ ആ വിവാഹം മുടങ്ങുന്ന ജിന്ന് പിശാച് വിവാഹം മുടക്കാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സുബ്ഹാനല്ലാഹ് ഇവർ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പ്രിയമുള്ളവരെ, പിശാച് അങ്ങാടിയിൽ മുട്ടയിടും എന്നടക്കം പറയുകയുണ്ടായി. ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. നിങ്ങൾ നോക്കൂ, മറ്റൊരു കാര്യമാണ് പിശാച് ശരീരത്തിൽ കയറും എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതായത് ഒരു ഹദീസ്. എന്താ ഹദീസ്? ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തസഞ്ചാരമുള്ള എല്ലായിടത്തും പിശാച് സഞ്ചരിക്കും. ഈ ഒരു വചനം കേട്ടപ്പോൾ മനുഷ്യ ശരീരത്തിൽ രക്തസഞ്ചാരം എവിടേക്കാണ്? അവൻ്റെ തലയിലുണ്ട്, അവൻ്റെ ഹൃദയത്തിലുണ്ട്. ശരീരത്തിനകത്ത് മുഴുക്കെ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. അപ്പോൾ ശരീരത്തിനകത്തുകൂടെ പിശാച് സഞ്ചരിക്കും എന്നാണ് ചില ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ എന്താ കുഴപ്പമെന്ന് അറിയുങ്ങൾ? ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് ചാടി വീണിട്ടാണ്. പണ്ടുള്ള ആളുകൾ പറയാറില്ലേ, കാള പെറ്റെന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന വിഡ്ഢിയെ പോലുള്ള ആളുകളാണ് ഇത്തരം ആളുകൾ. ഞാനവരെ ആക്ഷേപിക്കൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു വചനം കണ്ടാൽ അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് ചിന്തിക്കണ്ടേ? ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എല്ലാവരും കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയിൽ 3101 നമ്പർ വചനത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രവാചകന്റെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ സഫിയ്യ ബിൻതു ഹുയയ്യ് റളിയല്ലാഹു തആല അൻഹാ അവരെന്ത് ചെയ്യാണ്? അന്നഹാ ജാഅത്ത്, അവർ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക്. തസൂറുഹു, അവർ പ്രവാചകനെ സന്ദർശിക്കുകയാണ്. വഹുവ മുഅ്തഖിഫുൻ ഫിൽ മസ്ജിദി, പ്രവാചകൻ എവിടെയാ? പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ സന്ദർശിക്കാം. അങ്ങനെ സന്ദർശിക്കുകയാണ്. ഇപ്പോൾ ഫിൽ അശ്രിൽ അവാഖിരി മിർ റമളാൻ, റമളാനിൻ്റെ അവസാനത്തെ 10-ൽ. അങ്ങനെ അവർ സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സുമ്മ തങ്കലിബു സുമ്മ കാമത്ത്, അവർ എഴുന്നേറ്റു, തങ്കലിബു എന്നിട്ട് പിരിഞ്ഞു പോവുക. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഫഖാമ മഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളയും ഭാര്യയല്ലേ കൂടെ എന്ത് ചെയ്തു? പള്ളിയുടെ ബാബു വരെ, കവാടം വരെ. ഹദീസിൽ തന്നെ പറയാൻ ഫഖാമ മഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലും അവരുടെ കൂടെ എഴുന്നേറ്റു. ഹത്താ ഇദാ ബലഗ ഖരീബൻ മിൻ ബാബിൽ മസ്ജിദി, പള്ളിയുടെ ഒരു വാതിലിന് അടുത്ത് വരെ റസൂലുള്ള അവരോടൊപ്പം നടന്നു. ഏത് വാതിൽ വരെ? ഇൻദ ബാബി ഉമ്മി സലമത സൗജിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മറ്റൊരു പത്നിയായിട്ടുള്ള ഉമ്മു സലമയുടെ പേരിൽ മദീന പള്ളിയിൽ ഒരു കവാടമുണ്ടായിരുന്നു, ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ വരെ നബി സഫിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ പോയി. അപ്പോൾ എന്താണ് അവിടെ? ഒരാണുണ്ട്, ഒരു പെണ്ണുണ്ട്. നബിയും നബിയുടെ ഭാര്യയാണ്. ഒരാണും ഒരു പെണ്ണുമാണ്. റമളാൻ്റെ അവസാനത്തെ 10-ാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ മർറ ബിഹാ റജുലാനി മിനൽ അൻസ്വാർ, അൻസ്വാരികളിൽപ്പെട്ട 2 ആളുകൾ എന്ത് ചെയ്തു? അതുവഴി കടന്നുപോയി. കടന്നു പോയപ്പോൾ ഫസല്ലമ അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹിൻ്റെ മേൽ സലാം പറഞ്ഞു. സുമ്മ നഫദ, സലാം പറഞ്ഞിട്ട് അവർ സ്പീഡിൽ പോവുകയാണ്. സ്പീഡിൽ പോയപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു അലാ റിസ്ലിക്കുമാ, അവിടെ നിൽക്കൂ, പ്ലീസ് നിൽക്കൂ നിൽക്കൂ എന്ന് പറയുകയാണ്. ഖാല, അപ്പോൾ അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല.
ഒരു പ്രശ്നമില്ല എന്ന് പറയണം. അതായത് റസൂലുള്ള എന്തിനാ അവരോട് നിൽക്കാൻ പറഞ്ഞ അറിയങ്ങൾ? ഞാൻ ഒരു പുരുഷനാണ്, ഇതൊരു സ്ത്രീയാണ്. അപ്പോൾ ഒരു അന്യ സ്ത്രീയുമായിട്ട് രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ച ആയിരിക്കുമോ ഇത് എന്ന് ആ രണ്ടാളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞത്. അവിടെ നിൽക്കൂ എന്ന് മാത്രമല്ല, എന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ള അവരോട് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശൈത്വാന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗദ്ദം. ഈ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ പിശാച്ച് സഞ്ചരിക്കും എന്നപ്പോഴാണ് പറഞ്ഞത്. അതായത് ആ രണ്ടാളുകൾക്ക് ഇതൊരു അന്യ സ്ത്രീയല്ല, ഇതെൻ്റെ ഭാര്യയായിട്ടുള്ള സഫിയ്യയാവുന്നു എന്ന് റസൂലുള്ള വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതല്ലാതെ അന്യ സ്ത്രീ അല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ വ്യക്തമാക്കുന്നത്? ആളുകൾക്ക് ധാരണ ഉണ്ടാകും, ആ റസൂല് പിന്നെ ഒരു അന്യ സ്ത്രീയായിട്ട് ഇങ്ങനെ സംസാരിക്കുക ഈ സമയത്ത് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ, ഒരു രഹസ്യ കൂടിക്കാഴ്ചയാവാം എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അത് പറഞ്ഞത്. അതാണ് അതിൻ്റെ പശ്ചാത്തലം. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ. അതല്ലാതെ പിശാച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ അങ്ങോട്ട് കയറും. എന്തൊക്കെ ആളുകൾ പറയുന്നത്, ടോയ്ലറ്റിലേക്ക് പോയാൽ അവിടെ പിശാച്ച് കയറും, അങ്ങനെ ഓരോന്നീ മൗലവി പല ആളുകൾ പറയാം, പുരോഹിതന്മാർ പറയാം. ഇങ്ങനെ ഒന്നും മനുഷ്യൻ്റെ ആ ഒരു എന്താ പറയുക, നിർഭയത്വം നഷ്ടപ്പെടുത്തുകയാണ് അവർ. ഈമാനിനെ കളങ്കം വരുത്തുകയാണ്. അതിനൊന്നും ഒരടിസ്ഥാനമില്ല. പിശാച്ചിന് അങ്ങനെ കഴിയൂല എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മറ്റൊരു വചനം സഹീഹുൽ ബുഖാരിയിൽ 5316 നമ്പർ വചനം. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വാ, പിശാചുക്കളാൽ രോഗം പകരുകയില്ല, പിശാചുക്കളെ കൊണ്ട് രോഗം സംക്രമിക്കുകയില്ല. വലാ തീറത, ദുശകുനമില്ല. വലാ ഹാമത, കുറ്റിച്ചൂളാൻ എന്നുള്ള പക്ഷി അതിങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കിയാൽ അതുകൊണ്ട് ആ വീട്ടിൽ മരണമുണ്ടാവുകയില്ല. വലാ സൊഫറ, സൊഫറും ഇല്ല. ബുഖാരിയിലെ ഹദീസ. ഇത് ഓരോന്ന് മനസ്സിലാക്കേണ്ടതാ. ഇതിൽ ലാ അദ്വാ, പിശാചുക്കളാൽ രോഗം സംക്രമിക്കുകയില്ല. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിശാച്ചാണ് രോഗം പരത്തുന്നത് എന്നുള്ള ധാരണ അതിന് അള്ളാഹുവിൻ്റെ റസൂല് വിരോധിക്കുകയാണ്, തിരുത്തുകയാണ്, ആ തെറ്റിദ്ധാരണ അവസാനിപ്പിക്കുകയാണ്. 2, വലാ തീറത, തീറത്ത് പറഞ്ഞാൽ ദുശകുനം നോക്കുക, കണി നോക്കുക. ആരെങ്കിലും കണി കണ്ടാൽ എന്നിട്ട് അന്നത്തെ പ്രവൃത്തി ശരിയായില്ലെങ്കിൽ ഞാൻ ഇന്ന ആളെയാണെന്ന് കണി കണ്ടത്, അതുകൊണ്ടാണിത് കുളമായത് എന്നാണ് ആളുകൾ പറയാറുള്ളത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. അതെന്താണ്? കുഫറിൻ്റെ, ഷിർക്കിൻ്റെ. ഒരു ഹദീസിൽ കാണാം, അത്തീറത്തു ഷിർക്കുൻ, അങ്ങനെ ശകുനം നോക്കുക എന്നുള്ളത് ബൗദൈവ വിശ്വാസമാണ്. ഇമാം അബൂദാവൂദിൻ്റെ സുനനിൽ വന്നിട്ടുള്ള വചനമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ജാഹിലിയ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നറിയങ്ങൾ, വല്ല നന്മയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ, ആ ഇബാറത്തൊക്കെ സമയം ദൈർഘ്യം പറയുന്നത് ഞാൻ വായിക്കുന്നില്ല. ഇത്ലാഖു ത്വയ്രി ഇൻദ ശുറൂഇ ഫീ അമലിൻ മിൻ സഫരിൻ ഔ തിജാറത്തിൻ ഔ ഗൈരി ദാലിക, എന്തെങ്കിലും പ്രവർത്തനം അല്ലെങ്കിൽ യാത്ര അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ മറ്റുള്ള നന്മ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? ഒരു പക്ഷിയെ പറത്തുന്ന ആര്? ജാഹിലിയത്തിലുള്ള ആളുകൾ. എന്നിട്ട് ഫൈൻ ത്വാറ, ആ പക്ഷി പറന്നാൽ ജിഹത്തൽ യമീനി, വലത് പക്ഷിനെ അങ്ങോട്ട് പറത്താണ്. അപ്പോൾ അത് വലത് ഭാഗത്തേക്ക് മാറിയാൽ തഫഅല വമള ലിമാ യുരീദ്, അവരെന്ത് ചെയ്യും? ആ നന്മയായിട്ട് മുന്നോട്ട് പോകും. വഇൻ ത്വാറ ജിഹത്ത ഷിമാൽ, ഇടത് ഭാഗത്തേക്കാണ് പക്ഷി മാറിയതെങ്കിലോ തശാഅമ, അവർ ശകുനമായിട്ട് അവലക്ഷണമായിട്ട് കാണും. ആ പ്രവർത്തനം എന്ത് ചെയ്യും? വകുഫ വകഫ അമ്മാ യുരീദ്, അവരുദ്ദേശിക്കുന്ന കാര്യം അവിടെ സ്തംഭിപ്പിക്കും, അവിടെ അവസാനിപ്പിക്കും എന്നാണ്. എന്ത്? യാത്ര, കച്ചവടം, വിവാഹം, വിവാഹാന്വേഷണം, അങ്ങനെയുള്ള നന്മകളൊക്കെ. ഇതെന്താണ്? ഇത്തരം പ്രവർത്തനം എന്താണ്? വഅഖ്ബറ ബിഅന്നഹാ ഷിർക്കുൻ, നബി പറഞ്ഞു ഇതൊക്കെ ഷിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്.
അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കൂ. ഒരു ആൾ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ശിർക്ക്. ഒരാൾ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പുറം തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ശിർക്ക്. മറിച്ച് എന്താണ്, ഒരാൾ കട ഉദ്ഘാടനത്തിന് പോവുകയാണ്. കട ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അന്ന് രാവിലെ ഒരാളെ കണി കണ്ടു. ആ കണി കണ്ട ആൾ ആരാണ്? ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് വിചാരിച്ചോളൂ, പിന്നെ ചീത്ത സ്വഭാവം കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം അയാളെ കണ്ടു. അങ്ങനെ കട ഉദ്ഘാടനത്തിന് പോയി, കട തുറന്നു, കച്ചവടമല്ല. 2 ദിവസം കൊണ്ട് കട പൂട്ടേണ്ട ഗതികേടാണ്. അപ്പം ഇത് എന്തോ അയാളുടെ മനസ്സിങ്ങനെ പറയാൻ, ഞാൻ ഇന്നയാളെ കണി കണ്ടത് കൊണ്ടാണ് ഈ അവസ്ഥ വന്നത്. ആ ഒരു വിചാരം എന്താണ്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ, മമ്പുറം തങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത് പോലെ ശിർക്കാകുന്നു, ബഹുദൈവ വിശ്വാസമാകുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, വല ഹാമത്തെ ചുരുക്കി പറയാൻ. ഹാമത്ത് പറഞ്ഞാൽ കൂമൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണെന്ന് പറയുന്നു. അതുപോലെ കുറ്റിച്ചൂളാൻ എന്നർത്ഥം പറയാറുണ്ട്. ഏതായിരുന്നാലും അതൊരു രാപ്പക്ഷിയാണ്. മിൻ തുയൂറിൽ ലൈൽ, രാത്രിയിൽ വരുന്ന ഒരു പക്ഷി, രാപ്പക്ഷി. ഈ പക്ഷിയുടെ കാര്യം എന്താ പറയുക? കാനത്ത് ഇദാ സഖത്തത് അലാ ദാരി അഹദിഹിം, ഒരാളുടെ വീടിൻ്റെ മുകളിൽ വന്നിട്ട് ഈ പക്ഷി ഇരുന്നാൽ, എന്നിട്ട് റആഹാ നാഇയത്തുല്ലഹു നഫ്സ, ഒരു ശബ്ദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ വീട്ടുടമസ്ഥൻ മരിക്കും. ഔ ബാല അഹ്ലി, അല്ലെങ്കിൽ ആ വീട്ടിലെ ആരെങ്കിലുമൊക്കെ മരിക്കും എന്നുള്ളതായിരുന്നു ആരുടെ വിശ്വാസം? ജാഹിലിയത്തിലുള്ള വിശ്വാസം. അത് ഷിർക്കാണ്. ഇന്നും ചില ആളുകൾക്ക് ആ വിശ്വാസമുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷി നമ്മുടെ വീട്ടിനടുത്തൊരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാലേ, അപ്പോൾ അതുപോലെ തന്നെ സഫറില്ല എന്ന് പറഞ്ഞർത്ഥം, സഫർ മാസം ശകുനത്തിൻ്റെ മാസമായിട്ട് ജാഹിലിയത്തിൽ കണ്ടിരുന്നു. അത് പാടില്ല എന്നാ സഹോദരങ്ങളെ. നമ്മൾ മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പല ആളുകൾക്കും ഒരു ധാരണ എന്താ പറയുക, യൂസുഫ് നബിയുടെ സഹോദരങ്ങളോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, നിങ്ങൾ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഒരു വാതിലിലൂടെ പ്രവേശിക്കരുത്, പല വാതിലുകളിലൂടെ പ്രവേശിക്കണം. അപ്പോൾ അങ്ങനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാനുള്ള കാരണം കണ്ണേറ് തട്ടും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു ധാരണ പല ആളുകൾക്കുമുണ്ട്. എന്നാൽ അത് അബദ്ധധാരണയാണ്, തിരുത്തപ്പെടേണ്ടതാകുന്നു. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറ യൂസുഫിന്റെ 67-ാമത്തെ ആയത്തിലാണ് വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, നിങ്ങൾ വ്യത്യസ്തമായ വാതിലുകളിലൂടെ പ്രവേശിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ആ ആയത്തിലോ തൊട്ട് ശേഷമുള്ള ആയത്തിലോ തൊട്ട് മുമ്പുള്ള ആയത്തിലോ സൂറ യൂസുഫില് 100 ചില്ലാനം ആയത്തുകളുണ്ട്. അതിൻ്റെ ഒരു ആയത്തിലും കണ്ണേറ് തട്ടും, അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായ വാതിലൂടെ പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയൂല. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല, യാക്കൂബ് നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം പല വാതിലുകളിലൂടെ പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഇമാം അഹ്മദ് ബിൻ മുസ്തഫ അൽ മറാഗി തൻ്റെ തഫ്സീറുൽ മറാഗിയിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒന്നിച്ച് ഒരു വാതിലിലൂടെ പ്രവേശിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഒരു പക്ഷേ എല്ലാവരും നല്ല ആരോഗ്യമുള്ള ഒരു പറ്റം യുവാക്കൾ ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അസൂയാലുക്കൾ അസൂയപ്പെട്ടേക്കാം. അപ്പം അങ്ങനെ അസൂയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, അല്ല കണ്ണേറ് തട്ടും എന്നുള്ള ഭയം കൊണ്ടല്ല. എന്നിട്ട് പറയാം ഔ യകീദുലക്കുമുൽ കായിദൂൻ, അല്ലെങ്കിൽ കുതന്ത്രത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യും, കുതന്ത്രം മെനഞ്ഞേക്കാം. അങ്ങനെ കുതന്ത്രമൊന്നും ആരും പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇമാം അഹ്മദ് ബിൻ മുസ്തഫ അൽ മറാഗി തൻ്റെ തഫ്സീറുൽ മറാഗിൽ രേഖപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാസിനുത് തഅ്വീൽ എന്ന് പറയുന്ന മുഹമ്മദ് ജമാലുദ്ദീൻ അൽ ഖാസിമി എന്ന് പറയുന്ന മഹാന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഫയുരീബു ബിഹിം ലിഅന്ന ദുഖൂല ഖൗമിൻ അലാ ശക്ലിൻ വാഹിദിൻ
വസൈ മുത്തഹിദിൻ അലാ ബലദിഹിം ഖുറബാഉൻ അൻഹു. അതായത് ഒരു നാട്ടുകാർക്ക് അപരിചിതരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരേ രൂപത്തിൽ ഒരു വാതിലിലൂടെ ഒരു കവാടത്തിലൂടെ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അവർക്ക് സംശയമുണ്ടാകും. ഇവരെന്തിനാ വന്നത്, ഇവരാരാണ്? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ രൂപപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല കവാടങ്ങളിലൂടെ പ്രവേശിക്കാനായിട്ട് പറഞ്ഞത്. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു, ഈ അൽ ഐനു ഹക്കുൻ എന്ന് പറഞ്ഞിട്ട് വചനങ്ങളുണ്ടല്ലോ, കണ്ണേറ് സത്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ വചനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ വചനങ്ങളും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ നോക്കൂ, ഞാനൊരു വചനം പറയാം. സഹീഹ് മുസ്ലിമിലെ 2188 വചനം. അതിൽ പറയാണ്, അൽ ഐനു ഹക്കുൻ. അൽ ഐനു, ഐൻ എന്ന് പറഞ്ഞ കണ്ണ്, അൽ ഐൻ എന്ന് പറഞ്ഞ പ്രത്യേക കണ്ണ് എന്നാണ്. അപ്പം അതിന് ആളുകൾ എന്ത് ചെയ്തു, കണ്ണേറ് എന്നുള്ള അർത്ഥം കൊടുത്തു. അങ്ങനെ ആ അർത്ഥ കൽപ്പന തന്നെ ശരിയല്ല. ശരി, നമുക്ക് പിന്നെ ചുരുക്കി പറയാം. എന്നിട്ട് പറയാണ് അൽ ഐനു ഹക്കുൻ. എന്നിട്ട് പറയാൻ വലൗ കാന ഷൈഉൻ സാബകൽ ഖദ്റ, വല്ലതും ഖദറിനെ മറികടക്കുമെങ്കിൽ. ഖദർ എന്ന് പറഞ്ഞ അർത്ഥം കലാ ഖദർ ഉണ്ടല്ലോ, ഈമാൻ കാര്യത്തിൽ 6, അതിനെ മറികടക്കുമെങ്കിൽ സബഖതുഹുൽ ഐനു, കണ്ണേറ് ഈ കലാ ഖദറിനെ മറികടക്കും എന്നാണ്. എന്നിട്ട് പറയാം, അങ്ങനെ കണ്ണേറ് തട്ടിയിട്ട്, നിങ്ങളുടെ കണ്ണുകൊണ്ട് ആർക്കെങ്കിലും കണ്ണേറ് തട്ടിയിട്ട് നിങ്ങളോട് കുളിക്കാൻ ആവശ്യപ്പെട്ടാൽ കുളിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കുളിക്കണം. മുസ്ലിമിലെ 2188 വചനമാണിത്. ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിലാണ് പറയുന്നത് എന്ത്, നിങ്ങളുടെ കണ്ണേറ് കൊണ്ട് ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മറിഞ്ഞു വീഴും, ബോധം കെട്ട് വീഴുന്ന, അങ്ങനെ വീണ ആളുടെ ചരിത്രം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ നിങ്ങളുടെ പിന്നെ കുളിച്ച വെള്ളം മാത്രമല്ല, അടിവസ്ത്രം കഴുകിയ വെള്ളം അവർക്ക് കൊടുക്കുകയും അതുകൊണ്ട് കുളിക്കണം എന്നാണ് ഈ കണ്ണേറിൽ നിന്ന് രക്ഷക്കുള്ള പ്രതിവിധിയായിട്ട് ഇവർ പറയുന്നത്. നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരാൾ ചോദിച്ചു കേട്ടോ, ഞാനിതെന്താ പറയുക, കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടിയിട്ട് പറയാണ്, ആരെയും ആക്ഷേപിക്കല്ല, ആരെയും പിന്നെ മോശപ്പെടുത്തി സംസാരിക്കല്ല. ഒരാൾ ചോദിച്ചു, ഇപ്പോൾ ഈ പ്രസവിച്ച സ്ത്രീകളൊക്കെ ഉണ്ടാകൂലേ, അപ്പോൾ പ്രസവിച്ച ഒരാഴ്ചയോ 6, 7, 8 ദിവസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യാണ്, പിന്നെ ഒരാളെ കാണുകയാണ്. ഹോസ്പിറ്റലിൽ ഏതെങ്കിലും കുട്ടികളോ പിന്നെ ആണോ പെണ്ണൊക്കെ വരുമല്ലോ, ഹോസ്പിറ്റലിലോ വീട്ടിലൊക്കെ. അപ്പോൾ ആ സ്ത്രീയുടെ കണ്ണേറ് തട്ടിയാൽ ആ സ്ത്രീയോട് കുളിക്കാൻ പറഞ്ഞാൽ ആ സ്ത്രീ പിന്നെ പ്രസവിച്ച സ്ത്രീയുടെ അടിവസ്ത്രം കൊണ്ട് കഴുകാൻ പിന്നെ ആവശ്യപ്പെടലാകൂലേ എന്നുള്ളതാണ്. അത്ര വൃത്തികെട്ട ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇസ്ലാമിൻ്റെ നീതിക്കും നന്മക്കും ഇസ്ലാമിൻ്റെ മനോഹാരിതക്കും അപകടം സൃഷ്ടിക്കുന്ന വാദങ്ങളാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയും പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കൂ. അതായത് ഈ കണ്ണേറ് എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും നോക്കുമ്പോഴേക്ക് എന്തെങ്കിലും സംഭവിക്കൂല എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു വചനം പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം 59-ാമത്തെ വചനം, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, ജല്ല ജലാലായിട്ടുള്ള പടച്ച റബ്ബിൻ്റെ അടുക്കലാണ് അദൃശ്യത്തിൻ്റെ ഖജനാവുകൾ, ലാ യഅലമുഹാ ഇല്ലാ ഹുവ, ആ റബ്ബല്ലാതെ അതിനെക്കുറിച്ച് അറിയുന്നവനായി മറ്റാരുമില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് ആ റബ്ബിന് അറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല വീഴുന്നത് പോലും
അവന് അറിയാത്തതായിട്ടില്ല. അള്ളാഹുവിൻ്റെ അറിവ് കൃത്യമായുണ്ട്. ഒരു ഇല വീഴുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ വിധിയുണ്ട്. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി, ഭൂമിയുടെ അന്ധകാരത്തിലുള്ള ഒരു ധാന്യമണിയാകട്ടെ, വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതോ പച്ചയോ ആയിട്ടുള്ള എന്തൊരു വസ്തുവാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതെയില്ല. ഇതാണ് എല്ലാ കാര്യവും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ നോക്കുമ്പോഴേക്ക് നമ്മുടെ കാറിലോ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിയിലോ ഒന്നും സംഭവിക്കൂല. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹദീദ് 22-ാമത്തെ ആയത്ത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ. ഈ ഭൂമിയിലാകട്ടെ നിങ്ങളുടെ ശരീരത്തിലാകട്ടെ എന്തൊരു മുസീബത്ത് ഉണ്ടാകുകയാണെങ്കിലും അതുണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു തആല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ. അതൊക്കെ അള്ളാഹിൻ്റെ അടുത്തുണ്ട്. അതല്ലാതെ ഒരാൾ നോക്കുമ്പോഴേക്കൊന്നും സംഭവിക്കൂല എന്നാ. നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഹിജ്റ 852 വഫാത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ രേഖപ്പെടുത്തുന്നത്? ശ്രദ്ധിച്ചോളൂ. ഈ അൽ ഐനു ഹക്കുൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? വൽ മഅന, അതിൻ്റെ അർത്ഥം അന്നല്ലദി യുസീബു മിനൽ ലററി ബിൽ ആദതി ഇൻദ നളരി നാളരി, നോട്ടക്കാരൻ നോക്കുന്ന ഘട്ടത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ലറർ, ദോഷം, അതെന്താ? ഇന്നമാ ഹുവ ബി ഖദരില്ലാഹി സാബിഖി, അള്ളാഹു മുമ്പ് വിധിച്ചത് മാത്രമാണ്. ഇന്നമാ എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള പറയുന്ന കാര്യത്തിൽ പരിമിതാണെന്നാണ്. അപ്പം ഇന്നമാ തീർച്ചയായും മാത്രമാണ്. ഹുവ ബി ഖദരില്ലാഹി സാബിഖി, അള്ളാഹ് മുമ്പ് വിധിച്ചതാണ്, അല്ലാതെ ഇയാൾ നോക്കുമ്പോഴേക്ക് സംഭവിക്കുന്നതല്ല. അപ്പോൾ കണ്ണേറ് തട്ടും വിചാരിച്ചിട്ട് കുട്ടിയെ പുതപ്പിട്ട് മൂടുക, ആളുകൾ അതിഥികൾ കാണിച്ചു കൊടുക്കാതിരിക്കുക, അതുപോലെ കാറ് ആരെങ്കിലും കണ്ടാൽ മാഷാ അല്ലാഹ് എന്ന് പറയുമെന്ന് നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ? ഈ ലോകത്ത് ഇല വീഴുന്നത് പോലും റബ്ബിൻ്റെ വിധി കൊണ്ട് മാത്രമാണ്. റബ്ബ് വിധിക്കാതൊന്നും സംഭവിക്കൂല. ഖൈറുൻ ഷർറും അവൻ്റെ ഖദർ കൊണ്ടാണ്. ഇത് ഞാൻ ഫതുഹുൽ ബാരിയിൽ മാത്രമല്ല, തുഹ്ഫത്തുൽ അഹ്വദിയിലുണ്ട്, അതുപോലെ ഇമാം മനാവിയുടെ ഫൈദുൽ ഖദീറിലുണ്ട്, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ അൽ ജാമിഉ സഹീഹ് എന്ന് പറയുന്ന കിതാബിലുണ്ട്, അതുപോലെ തറഹു തസ്രീബിലുണ്ട്. അങ്ങനെ യഥേഷ്ടം ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അത് തന്നെ ദീർഘമായി സംസാരിക്കാനുണ്ട്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു സംഗതി കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ ചില ആളുകൾ വിചാരിക്കുന്നത് ഈ മാരണം, പ്രവാചകന് മാരണം ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ശുദ്ധ അസംബന്ധമാണത്. പ്രവാചകന് മാരണം ബാധിച്ചു എന്ന് പറയുന്നത് ആരാ? മക്കത്തെ കുഫാറുകളാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറയുക മാത്രമല്ല, അത് തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. റുഅസാഉ കുഫാരി ഖുറൈശ്, ഖുറൈശികളായിട്ടുള്ള അവരുടെ കുഫാർ, അങ്ങേറ്റത്തെ സത്യനിഷേധികളായ ആളുകളുടെ നേതാക്കന്മാർ, അവരാണ് പറഞ്ഞത്. ഇതെവിടെയാ? 17-ാം അധ്യായം സൂറത്തു ഇസ്രായേൽ, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, മുസ്ലിങ്ങളായി നിങ്ങൾ പിൻപറ്റുന്നത് മാരണം ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ള ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് പറയുന്നത്. അപ്പോൾ റസൂലിന് മാരണം ബാധിച്ചു എന്നാരാ പറയുന്നത്? കുഫാറു ഖുറൈശ് അവരാ പറയുന്നത്. മനസ്സിലായല്ലോ? അവരുടെ വാദമാണ്. പക്ഷേ ഇന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സലഫിയാകണോ, നിങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅയാകണോ, നിങ്ങൾ നബിക്ക് മാരണം ബാധിച്ചു എന്ന് വിശ്വസിക്കണമെന്ന. സഹോദരങ്ങളെ, മാരണം ബാധിക്കുകയില്ല. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ സാഹിർ ഉണ്ടല്ലോ, അവൻ ലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം മാരണം കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്കൊക്കെതിരെ ചെയ്തുകൂടെ? എന്താ ചെയ്യാത്തത്? സാധ്യല്ല.
അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചുകൂടെ? എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. പിഞ്ചു കുട്ടികളെ 10-60,000 വരുന്ന ആളുകളെ ഇപ്പതാ ഡമസ്കസിൽ ഒരു ശവക്കുഴി കണ്ടെത്തിയിൽ 100,000 ആളുകളുടെ മൃതദേഹമാണ്. അവിടുത്തെ ബഷാറുൽ അസദ് എന്ന് പറയുന്ന ഏകാധിപതിയായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരി അവിടുന്ന് ഒളിച്ചോടി റഷ്യയിലേക്ക്. എന്നിട്ട് ഡമസ്കസിൽ 100,000 ആളുകളുടെ ശവക്കുഴി കണ്ടെത്തി എന്നുള്ളതാണ്. ആളുകൾ അറുകൊല ചെയ്തു എന്ന. എന്തുകൊണ്ട് ഒരു മരണം അദ്ദേഹത്തിനെതിരെ ചെയ്തുകൂടായിരുന്നോ? നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരുപാട് കോടാനുകോടി ചെലവഴിച്ചുകൊണ്ട് പട്ടാളത്തെ തീറ്റിപ്പോറ്റുകയാണ്. എതിരാളികൾക്കെതിരെ ഒരു കണ്ണേറ് നടത്തിയ പോരെ, ഒരു മാരണം നടത്തിയ പോരെ. അപ്പം ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ, പ്രവാചകന് മാരണം ബാധിച്ചു എന്നുള്ള വിശ്വാസം അത് കുഫാർ ഖുറൈഷ് അവരുടെ വാദമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഇറങ്ങിയത് അത് ഈ പ്രവാചകന് മാരണം ബാധിച്ചതൊക്കെ പരിഹരിക്കാനല്ലേ എന്ന്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, അങ്ങനെ ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങളെ സംബന്ധിച്ച് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല പറയാണ്. എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഹാകദ ഔറദഹു, ഇപ്രകാരം ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ബിലാ ഇസ്നാദിൻ, അതിന് സനദില്ല. വഫീഹി ഗറാബത്തുൻ, അതിൽ അപരിചിതത്വമുണ്ട്. വഫീ ബഅളിഹി നകാറത്തുൻ, നകാറത്ത് എന്ന് പറഞ്ഞാൽ മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത്. വഫീ ബഅളിഹി നകാറത്തുൻ ഷദീദത്തുൻ, ശക്തമായ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള സംഗതികളിലുണ്ട്. ഇതാരാ പറയുന്നത്? 7-ാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നാസും ഫലക്കും അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയാം. ചില ആളുകൾ പറയും ഇത് മദീനയിൽ അവതരിച്ചതാണെന്ന്. തെറ്റാണത്. പ്രവാചകന് മദീനയിൽ വെച്ചാണ് ഈ ബാധ ഉണ്ടായത് അല്ലെങ്കിൽ മാരണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മക്കയിൽ അവതരിച്ചതാണ്. ഖാലൽ ഇമാമുൽ ഖുർത്തുബി ഫീ തഫ്സീരിഹി, ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാണ് വഹിയ മക്കിയ്യത്തുൻ, നാസും ഫലക്ക് എവിടെയാണ് അവതരിച്ചത്? ഹിജറക്ക് മുമ്പ് മക്ക കാലഘട്ടത്തിലാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പ്രം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് അതികഠിനമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വിഷമങ്ങളുണ്ട്. അദ്ദേഹത്തെ വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാ പള്ളികളിലുമൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫള് കൊണ്ട്, കാരുണ്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ആ സഹോദരൻ്റെ രോഗം, പ്രയാസം അല്ലാഹുവേ നീ ശിഫയാക്കി നൽകണമേ റഹ്മാനേ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ.